കാവൽ കഴിഞ്ഞ ദിവസം റിലീസായ മമ്മൂട്ടി തന്നെ നിർമ്മിച്ച് ജിതിൻ കെ ജോസ് ഡയറക്ട് ചെയ്ത മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രം. ഈ മൂവി പോയി കാണും മുമ്പ് എന്റെ മനസ്സിൽ ധാരാളം എന്താ പറയാ മുൻവിധികൾ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സീരിയൽ കില്ലറുടെ, ഒരു സൈക്കോ വില്ലന്റെ കഥ. അതിപ്പോ മമ്മൂട്ടി തന്നെ മുമ്പ് പറഞ്ഞിരുന്നു താൻ വില്ലനാണെന്നും വിനായകനാണ് നായകനെന്നും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് വില്ലനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന തരത്തിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുക എന്നാണ്. പക്ഷെ എന്റെ മോനെ എന്താ പറയാ, ഇതൊന്നുമല്ല സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. മമ്മൂട്ടി എന്ന ഒരു മഹാനടന്റെ ഇതുവരെ കാണാത്ത ഒരു എന്താ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ആദ്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഈ മൂവി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അതിലൊരു സ്പോയിലർ അടിക്കാത്ത രീതിയിൽ ആ വിധത്തിലൊരു റിവ്യൂ പറയാന്ന് വെച്ചാൽ കുറച്ച് പാടാ. കാരണം ഇപ്പോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചില പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് എല്ലാവരും കാണണം എന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു മൂവിയാണിത്. ഈ മൂവിയുടെ ഒന്നാമത്തെ പ്ലസ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം തന്നെയാണ്, മമ്മൂക്ക തന്നെയാണ്. പിന്നെ സംശയമില്ല, വിനായകൻ. എന്താ പറയാ, ആ ആക്ടറുടെ ഒരു പെർഫോമൻസ്. ചില സമയത്ത് അതൊരു മൂവിയാണ് കാണുന്നത് എന്ന് നമുക്ക് അറിയാമെങ്കിൽ കൂടി ഇയാൾ ശരിക്കും ഒരു പോലീസാണോ എന്ന് തോന്നിപ്പോവും. പിന്നെ ഇതിന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. ഓരോ സീനും അതിന്റെ ഡെപ്തില് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ മ്യൂസിക്കിനുള്ള പങ്ക് അത് വളരെ വലുതാണ്. അത്തരത്തിൽ തന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്ത രീതിയിലാണ് ഇതിന്റെ മ്യൂസിക്കും ബീജി എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂവിയുടെ മറ്റൊരു പ്ലസ് മ്യൂസിക് തന്നെയാണ്. ഇതിലെ ഡയറക്ഷൻ, അഭിനയം, സോങ്സ്, എഡിറ്റിംഗ്, VFX എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. പിന്നെ ഇതിന്റെ സ്ക്രീൻ പ്ലേ, ഈ മൂവിയുടെ ആ ഒരു ട്രാക്ക്, അതായത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും ഈ മൂവിയും ഇതിന്റെ വില്ലനും നടനും ഒന്നും നമ്മളെ വിട്ടു പോവില്ല. സോ എല്ലാവരും ഈ മൂവി പോയി തന്നെ കാണുക. ഒരിക്കൽ കണ്ടാലും പിന്നെയും പോയി കാണാം. ആ സീൻ അങ്ങനെയായിരുന്നല്ലേ, അതെനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല, അതൊന്നും കൂടെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം, ഒന്നും കൂടെ പോയി കണ്ടാലോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു മൂവിയാണിത്. പിന്നെ ഇതിലെ ഓരോ മൈന്യൂട്ട് സീനും, ഇപ്പോ ഒരു നോട്ടം കൊണ്ടായാലും അല്ലെങ്കിൽ ഓരോ എക്സ്പ്രഷൻസ് ആയാലും അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ഓരോരുത്തരും കാഴ്ചവെച്ചിരിക്കുന്നത്. തനിക്ക് കിട്ടിയ റോൾ എന്താണോ അത് കഥയിലുള്ളതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് ഓരോ അഭിനേതാക്കളും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിൽ ധാരാളം ലേഡി ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. എല്ലാവർക്കും വളരെ ചെറിയ ചെറിയ റോളുകൾ, അതായത് സ്ക്രീൻ ടൈം വളരെ കുറച്ച് വരുന്ന ക്യാരക്ടേഴ്സ് പോലും ഉണ്ട്. പക്ഷെ അവരെല്ലാവരും ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട് എന്താണ് ആ ഒരു ക്യാരക്ടറിന്റെ സാഹചര്യം അല്ലെങ്കിൽ മാനസികാവസ്ഥ അതെന്താണെന്ന് ഉൾക്കൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു വ്യത്യസ്തതയായിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്, അതായത് പഴയ പാട്ടുകൾ എടുത്ത് അത് പുതിയ രീതിയിലേക്ക് റീമിക്സ് ചെയ്ത് പടങ്ങളിൽ കൊണ്ടുവരുന്നത്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിലായാലും ഇപ്പൊ തമിഴിലായാലും അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇതില് അതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയ കാരണം ആ ഒരു കാലഘട്ടം, പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ആ ഒരു ട്രെൻഡ് പിടിച്ചിട്ട്, അതായത് അന്നത്തെ കാലത്ത് മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്തു വന്നിരുന്ന ആ ഒരു മോഡൽ ഉണ്ടല്ലോ, ആ ഒരു രീതി ഉൾക്കൊണ്ടിട്ട് അത് ഇന്നത്തെ കാലത്തെ രീതിയിൽ ആ പഴയ മ്യൂസിക്കാന്ന് തോന്നിക്കുന്ന തക്ക രീതിയിൽ അതൊന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഒരു പുതിയ സോങ്, ഓരോ പാട്ടുകളും ആ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതെനിക്ക് വളരെ ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. കാരണം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് വീണ്ടും വീണ്ടും കേട്ട് കഴിഞ്ഞാൽ അത് ഏതൊക്കെ പാട്ടുകളെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അതൊന്നും അങ്ങനെ അല്ലാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഇതാ പാട്ടല്ലേ അങ്ങനെ തോന്നാത്ത രീതിയിൽ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കേരളത്തിന്റെ ബോർഡറിൽ നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ തമിഴൊക്കെ ഇതിൽ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഭാഷ അറിയാത്തവർക്കായാൽ പോലും കാണുമ്പോൾ മനസ്സിലാവുന്നതക്ക രീതിയിലാണ് ഡയലോഗ്സും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഭീഷ്മപർവം കണ്ട സമയത്ത് എല്ലാവരും പറഞ്ഞു മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച അഭിനയമാണ് അതെന്ന്. ബട്ട് ഇത് അതിൽ നിന്നെല്ലാം മാറി വേറെ ലെവലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് ഓരോ സീനും സീൻ ബൈ സീനായിട്ട് എടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ നിവർത്തിയില്ലല്ലോ. സോ എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ബൈ, ഇറ്റ്സ് സൈനിങ് ഓഫ് ഡോണ.